ഹലോ നമസ്കാരം. ലേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ്യായം 4, ജീവിയിൽ നിന്ന് ജീനിലേക്ക്. ആദ്യം തന്നെ ഒരു ക്വാട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പ്രവർത്തനങ്ങൾ ലോകം അംഗീകരിക്കുന്നതിന് അധികം കാലതാമസം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഗ്രിഗർ മെൻഡൽ എന്ന വ്യക്തി ജീവശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായ ജനിതക ശാസ്ത്രത്തിൽ വളരെയധികം പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വളരെയധികം പരീക്ഷണങ്ങൾ ജനിതക ശാസ്ത്ര ശാഖയിൽ നടത്തിയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലാസ്സിലേക്ക് പതിവിലെ നേരത്തെ വന്ന ഷാജിയെ വഴിയിൽ വെച്ച് കണ്ട ടീച്ചർ ചോദിച്ചു, എന്താ രാവിലെ തന്നെ? ടീച്ചർ, അത് പിന്നെ എനിക്കൊരു സംശയം. എന്താ DNA പരിശോധന? ഷാജി മടിച്ചു ചോദിച്ചു. ടീച്ചർ, ഓ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ജീവശാസ്ത്രം ക്ലാസ്സിൽ നമുക്ക് അതേക്കുറിച്ച് പഠിച്ചു തുടങ്ങാം. ക്ലാസ്സിലെത്തിയ ടീച്ചർ 2 ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇവയാണ് ആ 2 ചിത്രങ്ങൾ, സീബ്രയും സീബ്ര കുഞ്ഞും. ഓക്കെ, നമ്മൾ ഈ ചിത്രത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഇവർ തമ്മിൽ ധാരാളം സാമ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വ്യത്യാസവും കാണാം. ഇപ്പോൾ തൊട്ടു താഴെയായി ധാരാളം കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഈ കോഴിക്കുഞ്ഞുങ്ങൾ തമ്മിലും വളരെയധികം സാമ്യവും വ്യത്യാസവുമുണ്ട്. സാമ്യവും വ്യത്യാസവുമില്ലേ? സീബ്രയും സീബ്ര കുഞ്ഞും തമ്മിൽ വ്യത്യാസമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ സാമ്യങ്ങളും വ്യത്യാസങ്ങളുമില്ലേ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സാമ്യവും വ്യത്യാസവും ഉണ്ടാകുന്നത്? നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ ക്രോമസോമുകൾ 46 ക്രോമസോമുകളും അതിലടങ്ങിയിരിക്കുന്ന DNA-യും DNA-യിലുള്ള ജീനുകളിലൂടെയാണ് പാരമ്പര്യ സവിശേഷതകൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്ന കണികയായ DNA-യിലെ ജീനുകളിലൂടെയാണ് പാരമ്പര്യ സവിശേഷതകൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത് എന്ന് പഠിച്ചിട്ടുള്ളതാണ്. മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നു. ഇതാണ് പാരമ്പര്യം. ചില സവിശേഷതകൾ, മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നില്ലേ? ഇതിനെയാണ് വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പോൾ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്കുള്ള ചില സവിശേഷതകൾ സന്താനങ്ങളിൽ പ്രകടമാകുന്നു. ഇതിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഇനി മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ചില സവിശേഷതകൾ മക്കളിൽ സന്താനങ്ങളിൽ പ്രകടമാകുന്നുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പോൾ പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ് ഏത്? ജനിതക ശാസ്ത്രം. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ് ജനിതക ശാസ്ത്രം. മെൻഡലിൻ്റെ പരീക്ഷണങ്ങൾ. ഈ ജീവശാസ്ത്ര ശാഖ രൂപം കൊണ്ടത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു. ഗ്രിഗർ ജോഹൻ മെൻഡൽ എന്ന ശാസ്ത്രജ്ഞൻ പയറുചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങളായിരുന്നു ജനിതക ശാസ്ത്രത്തിനെ അടിത്തറ പാകിയത്. മെൻഡലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ജനിതക ശാസ്ത്രം പുസ്തകത്തിൻ്റെ ഒരു പേജ് ഫോട്ടോകോപ്പി ടീച്ചർ എല്ലാവർക്കും വായിക്കുവാനായി നൽകി. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പുരോഹിതനായിരിക്കെ പയറുചെടിയിൽ ഞാൻ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച നിഗമനങ്ങളാണ് എന്നെ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന നിലയിലേക്ക് ഉയർത്തിയത്. പയറുചെടിയിലെ 7 ജോഡി സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ പരീക്ഷണങ്ങൾ നടത്തിയത്. അദ്ദേഹം ജനിതക ശാസ്ത്രത്തിന് വേണ്ടി പരീക്ഷണം നടത്തിയത് ഏത് ചെടിയിലാണ്? പയറുചെടിയിലെ 7 ജോഡി ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ആ 7 ജോഡി ഗുണങ്ങൾ? ഉയരം, പൂവിൻ്റെ സ്ഥാനം, വിത്തിൻ്റെ ആകൃതി, വിത്തിൻ്റെ നിറം, പൂവിൻ്റെ നിറം, ഫലത്തിൻ്റെ ആകൃതി, ഫലത്തിൻ്റെ നിറം. ഈ 7 ജോഡി, അതായത് ഒരു ജോഡി എന്ന് പറയുന്നത് വിപരീത ഗുണങ്ങളിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. അതായത് ഒരു ജോഡി ഉയരം എന്നുള്ള വിപരീത ഗുണം എന്താണ്? ഉയരം കൂടുതലും ഉയരം കുറവും. അങ്ങനെ ഉയരം, പൂവിൻ്റെ സ്ഥാനം, വിത്തിൻ്റെ ആകൃതി, വിത്തിൻ്റെ നിറം, പൂവിൻ്റെ നിറം, ഫലത്തിൻ്റെ ആകൃതി, ഫലത്തിൻ്റെ നിറം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വർഗസങ്കരണം നടത്തിയത്. പയറുചെടിയിൽ വർഗസങ്കരണം നടത്തിയത്.
ഈ 7 സ്വഭാവത്തിൻ്റെയും വിപരീത ഗുണങ്ങളെ ഞാൻ പഠന വിധേയമാക്കി. ഉദാഹരണമായി ഉയരം എന്ന സ്വഭാവത്തിൻ്റെ വിപരീത ഗുണങ്ങളാണ് ഉയരം കൂടുതലും ഉയരം കുറവും. ആദ്യമായി ഞാൻ ഉയരം കൂടിയ പയറുചെടിയും ഉയരം കുറഞ്ഞ പയറുചെടിയും തമ്മിൽ വർഗസംഘടന നടത്തി. ഇവിടെ ഒരു ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. ഉയരം കൂടിയ പയറുചെടിയും ഉയരം കുറഞ്ഞ പയറുചെടിയും. എല്ലാ പേരും വായിച്ചല്ലോ. മെൻഡൽ നടത്തിയ ഈ വർഗസംഘടനത്തിൽ ഉയരം കൂടിയവയാണോ കുറഞ്ഞവയാണോ ഒന്നാം തലമുറയിൽ ഉണ്ടായത്? ഉയരം കൂടിയത് ബീന ഉറക്കെ വിളിച്ചു പറഞ്ഞു. അല്ല, ഉയരം കുറഞ്ഞത് ഷൈൻ പറഞ്ഞു. നമുക്ക് നോക്കാം. ടീച്ചർ തുടർന്നു. മെൻഡൽ ഉയരം എന്ന സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രീകരിച്ചത്. ഉയരം കൂടുതൽ എന്നതിനെ ക്യാപിറ്റൽ ടി അക്ഷരവും ഉയരം കുറഞ്ഞതിനെ സ്മോൾ ടി അക്ഷരവും ഉപയോഗിച്ചു. ഇനി ഇവിടെയാണ് ആ പരീക്ഷണം എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ടി ആണ് ഉയരം കൂടിയത്. ഉയരം കുറഞ്ഞത് എന്നുള്ളതിനെ സ്മോൾ ടി എന്നാണ് എടുത്തത്. ബീജകോശങ്ങൾ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഇതാണ് ബീജകോശങ്ങൾ. ഇവർ തമ്മിൽ സംയോജിച്ചു അല്ലേ? ഇവർ തമ്മിൽ സംയോജിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും തമ്മിൽ സംയോജിച്ചപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് ലഭിച്ചത്. അതിൽ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഈ സന്താനത്തിൽ പ്രകടമാണ് അല്ലേ? ഉയരം കൂടിയത് ക്യാപിറ്റൽ ടി ഇതിൽ കാണുന്നുണ്ട്, ഉയരം കുറഞ്ഞത് ഇതിലുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ ടി എന്നുള്ളതാണ് എന്ത്? പ്രകട ഗുണം എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ടി ആണ് പ്രകട ഗുണം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ കാണുന്നതാണ് എന്ത്? പ്രകട ഗുണം. സ്മോൾ ടി എന്ന് പറയുന്നതാണ് എന്ത്? ഗുപ്ത ഗുണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ വ്യക്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഗുണമാണ് എന്ത്? ഗുപ്ത ഗുണം അഥവാ മറിഞ്ഞിരിക്കുന്ന ഗുണം. ഓക്കെ, ഇതാണ് ഗുപ്ത ഗുണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഉയരം കൂടിയ ഒരു വ്യക്തി, ഒരു പുരുഷനും ഉയരം കുറഞ്ഞ ഒരു സ്ത്രീയും തമ്മിൽ വിവാഹം നടന്നു വിചാരിക്കുക. ഇവർക്കുണ്ടായ കുഞ്ഞ് എങ്ങനെയായിരിക്കും? ഒന്നാം തലമുറയിൽ ഉയരം കൂടുതലാണ് കാണിക്കുന്നത്. ആ കുഞ്ഞും ഉയരം കൂടിയ കുഞ്ഞായിരിക്കും. പക്ഷേ ആ കുഞ്ഞിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ഘടകമുണ്ട്. അതേതാണ്? ഉയരം കുറവ്. ഓക്കെ, മറിഞ്ഞിരിക്കുന്ന ഗുണം എന്താണ്? ഉയരം കുറവ്. ഇനി ഈ കുഞ്ഞ് വലുതായി ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ രണ്ടാം തലമുറയിൽ, അടുത്ത തലമുറയിൽ ഈ ഉയരം കുറവ് എന്നുള്ള മറിഞ്ഞിരിക്കുന്ന ഗുണം പ്രകടമാകുന്നു. ഓക്കെ, ഒന്നാം തലമുറ ആ കുഞ്ഞ് ഉയരം കൂടിയതാണ്. പക്ഷേ അടുത്ത തലമുറയിൽ ആ കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞ് ചിലപ്പോൾ ഉയരം കുറവ് കാണിക്കാം. കാരണം എന്താ? ഈ ഒന്നാം തലമുറയിൽ ഗുപ്ത ഗുണമായി മറിഞ്ഞിരിക്കുന്ന ഗുണമായി എന്തുണ്ട്? ഉയരം കുറവ് എന്നുള്ള ഗുണമുണ്ട്. ഓക്കെ, അതായത് ചില മുത്തശ്ശന്മാരുടെയോ മുത്തശ്ശിമാരുടെയോ സ്വഭാവങ്ങൾ പേരക്കിടാങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇല്ലേ? അതായത് രണ്ടാമത്തെ തലമുറ സ്വന്തം മക്കൾക്ക് ലഭിക്കാതെ ആ സ്വഭാവം അടുത്ത തലമുറയിലേക്ക് പ്രകടമാകുന്നുണ്ട്. അതായത് ആ ഗുപ്ത ഗുണം ഒന്നാം തലമുറയിൽ കാണിക്കേണ്ട ആ ഗുപ്ത ഗുണം പ്രകടമാകുന്നത് എവിടെയാണ്? രണ്ടാം തലമുറയിലാണ്. ഈ പരീക്ഷണത്തിൽ നിന്നും മെൻഡൽ ചില അനുമാനങ്ങൾ രൂപീകരിച്ചു. ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാകുകയും മറ്റൊന്ന് മറിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. വലിയ അക്ഷരം പ്രകടമാകുന്ന ഗുണത്തെയും പ്രകടഗുണം, ചെറിയ അക്ഷരം മറിഞ്ഞിരിക്കുന്ന ഗുണത്തെയും ഗുപ്തഗുണം സൂചിപ്പിക്കുന്നു. ഇവിടെ ഏത് ഗുണമാണ് പ്രകടമായത്? ഏതാണ് പ്രകടമായ ഗുണം? ഉയരം കൂടുതൽ. ഏതാണ് മറിഞ്ഞിരിക്കുന്നത്? ഉയരം കുറവ്. അപ്പോൾ ഒന്നാം തലമുറയിലെ സസ്യങ്ങൾ എങ്ങനെയുള്ളതാണ്? പ്രകടഗുണം ഏതാണ്? ഉയരം കൂടുതൽ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഏത് ഗുണമാണ് പ്രകടമായത്? ക്യാപിറ്റൽ ടി അല്ലേ? ഉയരം കൂടുതൽ. ഏതാണ് മറിഞ്ഞിരിക്കുന്നത്? സ്മോൾ ടി, ഉയരം കുറവ്. അപ്പോൾ ഒന്നാം തലമുറയിലെ സസ്യങ്ങൾ എങ്ങനെയുള്ളതാണ്? അതായത് പ്രകടഗുണം എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ ഉയരം കൂടുതലാണ് ആ സസ്യങ്ങൾ. ടീച്ചർ, എനിക്കിപ്പോൾ മനസ്സിലായി ഒന്നാം തലമുറയിലെ സസ്യങ്ങൾ എങ്ങനെയുള്ളതാണെന്ന്. ഷൈൻ പറഞ്ഞു. എൻ്റെ അച്ഛനുള്ള ചില ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ എൻ്റെ മകന് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുത്തശ്ശനോ മുത്തശ്ശിക്കോ ഉള്ള ഗുണങ്ങൾ
പേരക്കിടങ്ങൾക്ക് ലഭിക്കുന്നു. അതിന് കാരണവും ഇതാണോ? ജയശ്രീയുടെ വക സംശയം. ജയശ്രീയുടെ സംശയം മാറ്റുവാനായി നമുക്ക് മെൻഡൽ നടത്തിയ അടുത്ത പരീക്ഷണം നോക്കാം. അതായത് മെൻഡൽ നടത്തിയ അടുത്ത പരീക്ഷണത്തിൽ നിന്നും നമുക്ക് ഇതിനുള്ള ഉത്തരം കണ്ടെത്താം. മെൻഡൽ ഒന്നാം തലമുറയിൽ ലഭിച്ച സസ്യങ്ങളെ സ്വപരാഗണത്തിന് വിധേയമാക്കി. അപ്പോൾ എന്താണ് സ്വപരാഗണം? അതായത് പരാഗണം നടത്തുക, അതായത് സ്വപരാഗണം. ഒരേ ചെടിയുടെ ഒരേ സ്വഭാവ ഗുണങ്ങൾ തമ്മിലുള്ള പരാഗണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? സ്വപരാഗണം. ഒരേ സ്വഭാവമാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതായത് പ്രകടഗുണം ഉയരം കൂടുതലാണെങ്കിലും ഗുപ്തഗുണമായി എന്തുണ്ട്? സ്മോൾ ടി, ഉയരം കുറവ് എന്നുള്ള ഗുപ്തഗുണമുണ്ട്. ഇവിടെ അതേ സ്വഭാവം തന്നെ, സെയിം ക്യാരക്ടറാണ് അല്ലേ? നമ്മൾ ആദ്യത്തെ ഇതിൽ ചെയ്തത് എങ്ങനെയാണ്? ഉയരം കൂടുതലും ഉയരം കുറവും തമ്മിൽ അല്ലേ? 2 ഗുണങ്ങളായിരുന്നു. അത് വ്യത്യസ്ത ഗുണങ്ങളാണ്. ഓക്കെ. എന്നിട്ട് കിട്ടിയതോ ഉയരം കൂടിയ സസ്യവും അല്ലേ? പക്ഷേ ഇതിപ്പോൾ ഒന്നാം തലമുറയാണ്. ഇനി അടുത്ത തലമുറയിൽ എങ്ങനെയാണ്? ഒരേ ഗുണങ്ങൾ, ഉയരം കൂടുതൽ പക്ഷേ ഗുപ്തഗുണമായി മറിഞ്ഞിരിക്കുന്ന ഗുണമായി എന്തുണ്ട്? ഉയരം കുറവ്. ഓക്കെ. ഇവർ തമ്മിലുള്ള സംയോജനം, സ്വപരാഗണം നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ബീജകോശങ്ങൾ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതാണ് ബീജകോശങ്ങൾ. ഇവർ തമ്മിൽ സംയോജിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇങ്ങനെയാണ് ലഭിച്ചത് അല്ലേ? ഇതിൽ പ്രകടഗുണം ഏതൊക്കെയാണ് പറഞ്ഞേ? നിങ്ങൾ തന്നെ പറയൂ. ഇതിൽ ഏതൊക്കെയാണ് പ്രകടഗുണം? ക്യാപിറ്റൽ ടി ഉള്ളതൊക്കെ പ്രകടമാണ് അല്ലേ? ഇതിൽ എത്ര പ്രകടഗുണമുണ്ട്? 3. ഉയരം കൂടിയത് 3, ഉയരം കുറവ് എത്ര ഉണ്ട്? 1 അല്ലേ? ഒരു സസ്യമാണ് ഉയരം കുറഞ്ഞ ഒരു സസ്യമായി. അതായത് 2ാം തലമുറയിൽ ഉയരം കുറവ് എന്നുള്ള ഗുണവും പ്രകടമായി. ഓക്കെ. അതായത് 1ാം തലമുറയിൽ കാണുമ്പോൾ ഉയരം കൂടിയതാണെങ്കിലും 2ാം തലമുറയിൽ ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉയരം കുറവ് എന്നുള്ള ഗുണവും പ്രകടമായി. ഓക്കെ. ഇവിടെ എഴുതിയിട്ടുണ്ട് 2ാം തലമുറയിൽ ലഭിച്ച സസ്യങ്ങൾ എങ്ങനെയുള്ളവ ആയിരുന്നു? ഒന്ന് പറഞ്ഞ് നിങ്ങൾ. എങ്ങനെയാണ്? 3 ഉയരം കൂടിയ സസ്യവും 1 ഉയരം കുറഞ്ഞ സസ്യവും ഉണ്ടായി. ഇനി 1ാം തലമുറയിൽ മറിഞ്ഞിരിക്കുന്ന ഗുണം 2ാം തലമുറയിൽ പ്രകടമാകുന്നുണ്ടോ? ഉണ്ടോ? പറയൂ. ഉണ്ട്. എങ്ങനെയാണ് ഉണ്ട് പറയുന്നത്? 2ാം തലമുറയിൽ ഉയരം കുറവ് എന്നുള്ള ഗുണവും പ്രകടമായി. ഓക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ എന്താണ് പറയുന്നത്? ചിലപ്പോൾ നമ്മുടെ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ ഗുണങ്ങൾ പേരക്കിടാങ്ങൾക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം വർഗസങ്കരണം വഴിയാണ്. ഓക്കെ. അതായത് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചുരുളമുടിയാണെങ്കിലും കുഞ്ഞിന് ചിലപ്പോൾ നീളമുടിയായിരിക്കും ലഭിക്കുക. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആ നീളമുടി എന്ന് പറയുന്നത് ചിലപ്പോൾ മുത്തശ്ശന്മാർക്കും ആർക്കെങ്കിലും ഉള്ള ഒരു ഗുണമായിരിക്കാം. പ്രകടമായത് ചിലപ്പോൾ പേരക്കിടങ്ങളിലായിരിക്കാം, അതായത് 2ാം തലമുറയിൽ. ഓക്കെ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.